ഹായ് ഫ്രണ്ട്സ്, നെഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും മുട്ടയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് മുട്ട നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ വെച്ച് 2 വിസിലടിക്കും. മുട്ട ഒന്നുപോലും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു ടിപ്പാണിത്. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ അപ്പത്തിനാണ് ഇവിടെ അരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല മഴയായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അന്നപ്പോഴത്തേക്ക് ഈ തണുപ്പ് കാലത്ത് നമുക്ക് വെള്ളയപ്പത്തിനാണേലും ദോശയ്ക്കാണേലും മാവ് അരച്ച് നോക്കുമ്പോൾ പുളിച്ച് പൊങ്ങാൻ സാധ്യത കുറവാണ്. അപ്പം നമുക്ക് പുളിച്ച് പൊങ്ങാൻ വേണ്ടി ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ അരിയെല്ലാം അരച്ചതിന് ശേഷം അരിയിൽ തേങ്ങയും ചോറും അതുപോലെ തന്നെ പച്ചരിയും കൊടുത്ത് വെച്ചിട്ടാണ് അരച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതുപോലെ ഒരു ചെരുവത്തിൽ ചൂടുവെള്ളം എടുക്കുക. തിളച്ച വെള്ളം എടുക്കരുത്, ചൂടുവെള്ളമേ എടുക്കാവുള്ളൂ. കാര്യം നമ്മുടെ മാവ് തിളച്ച വെള്ളമാണ്, വെന്ത് പോകും. അതിന് സാധ്യത കൊടുക്കാതെ ചെറിയ ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവിനെ എടുത്ത് വെച്ചിട്ട് നല്ലപോലെ അടച്ച് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നല്ലൊരു രീതിയിൽ വെള്ളയപ്പം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം രാവിലെ ഒന്ന് എടുത്ത് അപ്പം ചുട്ട് കാണിക്കാം. നല്ലപോലെ സോഫ്റ്റായിട്ട് ദോശയും അതുപോലെ തന്നെ നമുക്ക് വെള്ളയപ്പം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ഞാൻ മാവിനെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോപ്പ് പത പോലെയാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി നോക്കാം. ഉപ്പിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കുത്തി കുത്തി ഇളക്കരുത്. പതുക്കെ സോഫ്റ്റായിട്ട് വേണം അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് മാവ് ഇട്ടിളക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് മാവിന്ന് ഇതുപോലെ ദോശ തവയിലേക്ക് വെടിച്ച് ഒരു അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളയപ്പത്തിന് അതുപോലെ ഇരുമ്പ് ചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്കിനെക്കാട്ടും നല്ലത് ഇരുമ്പ് ചട്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഇരുമ്പ് പാലപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല ഒരുപാട് ഹോളൊക്കെ ആയിട്ട് അടിപൊളി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ എന്നും ഡെയിലി ഉപയോഗിക്കുന്നതാണ് സിങ്ക്. ഈ സിങ്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ബ്ലോക്ക് ആയിട്ട് പോകും. കുട്ടികളൊക്കെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടാണ് ബ്ലോക്ക് ആയി പോകുന്നത്, കണ്ടില്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് കളയാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് നമ്മുടെ ഇതുപോലൊരു കുപ്പി. ഈ കുപ്പിയിലേക്ക് നിറച്ച് വെള്ളം പിടിക്കുക. എന്നിട്ട് നേരെ നമ്മുടെ സിങ്കിലേക്ക് ഇങ്ങനെ ഒന്ന് കമത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ സിങ്കിലേക്ക് കമത്തി കൊടുത്തിട്ട് ആ വെള്ളം ഫുള്ളും അതിലേക്ക് വീഴുന്ന രീതിയിൽ ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ നമ്മുടെ ഈ കുപ്പിയിലേക്ക് ആവും കേട്ടോ. അപ്പോൾ ഈ കുപ്പിയിൽ ഇപ്പോൾ നല്ല തെളിഞ്ഞ പച്ചവെള്ളം വരുന്നിടത്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ട ആ കുപ്പിക്കകത്ത് വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വേസ്റ്റ് വെള്ളം ആ കുപ്പിക്കകത്തോട്ട് പോയിട്ട് ഫുള്ള് അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഫുള്ളും പോകുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ആ ബ്ലോക്കായ സിങ്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഫുള്ളും കറങ്ങി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഫുള്ളും എങ്ങനെ പോയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ മുകളിൽ കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ ഈ സിങ്കിൽ ഒരു അരിപ്പ പോലൊരു സാധനം എടുത്ത് കിട്ടും. അപ്പോൾ അത് പോയവർക്ക് ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ പോകും. വേസ്റ്റ് ഒന്നും അതിൽ അടയത്തുമില്ല, നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ സിങ്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടനെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇനി അതിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാവരുടെ വീടുകളിൽ കാണും. നമ്മുടെ പാലിൻ്റെ കവറാണെങ്കിലും മതി, അല്ലെങ്കിൽ എണ്ണ കവർ. ഈ എണ്ണക്കവർ ആരും കളയരുത്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ടിപ്പുകൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓയിലുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി ഓയിലുണ്ട്. ഈ ഓയിലൊന്നും കളയരുത്. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇരുമ്പ് തുരുമ്പൊക്കെ പിടിച്ച ഈ പിന്നെ കത്തികൾ, അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറുകൾ, ആണികൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കാണുമല്ലേ. അപ്പോൾ പിന്നെ ഒരു വാക്കത്തിയാണ് എടുക്കുന്നത്. ഈ വാക്കത്തിയിലെ എണ്ണ ഫുള്ള് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് ആ വാക്കത്തിയിലോട്ട് എണ്ണ ഫുള്ള് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കത്തിയിലും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഇങ്ങനെ ഉപയോഗിക്കാനുള്ളത് അതിലെല്ലാം നമുക്കൊന്ന് തേച്ച് വെക്കാം. തേച്ച് വെക്കുവാണെങ്കിൽ ആ തുരുമ്പെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കവറിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ഡോർ
ഡോറുണ്ടല്ലോ, വെള്ളമൊക്കെ നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ തെറിച്ച് വീണ് വെള്ളം വേണ്ടിയിട്ട് വെള്ളപ്പാട് പോലെ ഡോറ് കിടക്കും. അപ്പോൾ ഈ എണ്ണമയുള്ള ഈ കവർ കൊണ്ട് തൂത്തിടുവാണെങ്കിൽ വെള്ളം അതിലേക്ക് തെറിച്ചാൽ പോലും അതിൽ വെള്ളപ്പാട് പോലെ നമ്മുടെ ഡോറ് പിടിക്കത്തുമില്ല, നല്ല ക്ലീൻ ആയിട്ട് ഡോറ് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ടൂൾസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ അതിൽ ഈ എണ്ണ തൂത്തൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ കവറൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ റൗണ്ടിൽ നമ്മുടെ സിങ്കിൻ്റെ റൗണ്ടിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിനെ ഈ റൗണ്ടിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഈ റൗണ്ടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ ആ വെള്ളമൊക്കെ പോകുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടുത്തെ ആ ഒരു കറക്റ്റായിട്ട് അളവിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇത് കമ്പി കൊണ്ട് എന്തെങ്കിലും ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഹോളിട്ടെടുക്കണം. അപ്പോൾ കമ്പി ആണി എന്തുകൊണ്ട് എടുത്താൽ മതി, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഹോളിട്ട് നിറച്ചെടുത്തിട്ടായിട്ട് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഈ സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച ശേഷം വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കും, ഒരു തുള്ളി പോലും വേസ്റ്റ് നമ്മുടെ സിങ്കിനുള്ളിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ പാത്രം കൂടെ കഴുകി കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് വീഴുവാണ്, അതെടുത്ത് വെളിയിൽ കളയുകയും ചെയ്യാം. അത് നമുക്ക് കഴുകി പിന്നെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. തെന്നി പോവോ വെള്ളം വരുമ്പോഴത്തേക്കും അത് പൊങ്ങി കിടക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഞാനിത് പാത്രം കൂടെ കഴുകി കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ സിങ്ക് ബ്ലോക്ക് ആകത്തുമില്ല. പ്ലംബറെ വിളിച്ച് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടമ്മമാർ മാത്രം ചെയ്താൽ മതി. ഇത് ഒരുപാട് കാശൊന്നും വെളിയിൽ കളയേണ്ട സിമ്പിളായിട്ടൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാ വേസ്റ്റും ചോറും എല്ലാം ഈ ഇതിനകത്ത് വീണിട്ടുണ്ട്. ഞാൻ അതെടുത്ത് കാണിക്കാം കേട്ടോ. ഫുള്ള് ചോറൊക്കെ കണ്ട. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ എടുത്ത് കൊട്ടിക്കളയുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.